ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും വേതാളവും എന്നും പൊരിഞ്ഞ അടിയും സ്നേഹവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം കമലാമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാകുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ തിരക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് പിന്നെ പ്രഷറിൻ്റെ ഗുളിക തീർന്നിട്ട് കുറച്ച് ദിവസമായി വാങ്ങിച്ചില്ല, അതിൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിട്ടാണ് നീ പറയാഞ്ഞത്? അത് പിന്നെ പെൻഷൻ ക്യാഷ് ഇതുവരായിട്ട് എത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. സാരമില്ല, എങ്കിലും നമുക്ക് സ്റ്റോറി പറഞ്ഞ് വാങ്ങിക്കാമായിരുന്നല്ലോ, പിന്നെ കൊടുത്താൽ മതിയായിരുന്നല്ലോ, ഇങ്ങനെ വയ്യഴുകി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്? അമ്മയ്ക്കൊരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു? ഞാൻ വാങ്ങിച്ചിട്ട് വരത്തില്ലായിരുന്നു അമ്മ? ആ ചീട്ടിങ് എടുത്ത് ഞാൻ ഇപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുതമ്മേ, പ്രഷർ കൂടുമോ, കുറേ എന്തെങ്കിലും ചെയ്താൽ എന്തൊക്കെ അപകടങ്ങളുണ്ട് ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് അറിയോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എന്ത് അപകടം ഉണ്ടായാലും നിനക്കെന്താ, ഇത് എൻ്റെ ഭാര്യയുടെ കാര്യമാണ്, അവൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണുള്ളത്. എൻ്റെ കാശത്തിന് വൈകി സാരില്ല, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോളാം, അതിന് മറ്റാരുടെ ഒത്താശയൊന്നും വേണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? ഇതെൻ്റെ അമ്മയാണ്, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയാണ്, ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണെ. നിൻ്റെ അമ്മയാകുന്നതിന് മുൻപ് എൻ്റെ ഭാര്യയായിരുന്നു ഇവൾ, അതുകൊണ്ട് തന്നെ നിൻ്റെ കൈ കൊണ്ട് വാങ്ങിച്ച് തിന്നേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. ഇനി തിന്നില്ലെങ്കിൽ തിന്നില്ല എന്നേ ഉള്ളൂ. നിൻ്റെ കൈ കൊണ്ട് ഒരു സാധനം ഈ വീട്ടിലേക്ക് വാങ്ങണ്ട, ഞങ്ങൾക്കും വാങ്ങണ്ട, അത് വിഷത്തിന് തുല്യമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രമിനാകെ ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ്. വിക്രം അങ്ങനെ കയറി ഉള്ളിലേക്ക് പോകുകയാണെ. ഇതെല്ലാം കേട്ട് വേദയ്ക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും അമ്മയ്ക്ക് എന്നോട് ഇത്ര വെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛനോട് പറയായിരുന്നു, എനിക്ക് എൻ്റെ കയ്യിൽ മരുന്ന് വാങ്ങിച്ച് ഇതൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെയൊക്കെ കാട്ടിലും എനിക്ക് വലുതും ഞാൻ ആദ്യം സ്ഥാനം കൊടുക്കുന്നതും നിങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹമാണ് എൻ്റെ എല്ലാം, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് മീറാൻ എനിക്ക് ആവില്ല മോനെ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലാമ്മയും പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രമിനോട് അച്ഛൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ വളർത്തിയതും എല്ലാം. ആ ഒരു പ്രതീക്ഷ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തകർന്നു വീഴുമ്പോൾ ആ ഒരു ഷോക്ക് അച്ഛൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് സാരമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും, നീ എനിക്ക് വേണ്ടി ഒത്താശ പിടിക്കാനും എന്നെ സുഖിപ്പിക്കാനും അല്ലെങ്കിൽ എനിക്ക് ബ്രെയിൻ മെഷീനൊന്നും നീ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ടാണെന്നും, നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യണേ. ആഹാ, ഇത് നല്ല കുത്ത്, ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ വന്നതല്ലേ ഉള്ളൂ, നീ എന്നെ ആശ്വസിപ്പിക്കേണ്ട, എനിക്കറിയാം എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം, എൻ്റെ അച്ഛനും അമ്മയോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആഹാ, നിങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഇപ്പോൾ എനിക്കുള്ള അത്രയും സ്ഥാനം പോലും നിങ്ങൾക്ക് വിടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ചാടാതെ തുടങ്ങാനോ ഇരുന്നോണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് പിന്നെയും വിക്രം ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വിക്രം ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം ഇല്ലാതാവുമ്പോൾ എൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കിക്കോളും, നോക്കിക്കോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അയ്യോ, അന്ന് ഞാൻ എല്ലാ വിലയും മനസ്സിലാക്കി നിനക്ക് പൂജ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടാടും, ഞാൻ പടക്കം പൊട്ടിക്കും, ഞാൻ ആഘോഷിക്കും, നിൻ്റെ ഇല്ലായ്മയിൽ ഞാൻ സന്തോഷിക്കും, ഒന്ന് പോയി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേദ തിരിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ വേദ റൂമിലുണ്ടായിരിക്കും. ഇപ്പോൾ വിക്രമാണെങ്കിൽ വെളിയിൽ പോയിട്ട് തിരിച്ച് റൂമിലേക്ക് കയറി ഇങ്ങനെ വരുമ്പോഴായിരിക്കും വേദ നിലത്ത് ഇങ്ങനെ ബോധരഹിതയായിട്ട് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് വിക്രം ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇന്നലെ ഇങ്ങനെ വഴക്കുണ്ടായപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഇല്ലാതാവുമ്പോൾ നിങ്ങൾ പഠിച്ചോളും, ഒന്ന് പോയി തരാവോ എന്നൊക്കെ ഇവർ തമ്മിൽ സംഭാഷണം നടത്തിയതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ വിക്രം. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ പെട്ടെന്ന് അമ്മയെന്ന് ഓടി വന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കോരി എടുത്തുകൊണ്ട് പോകുകയാണ്. പെട്ടെന്ന് കമലാമ്മ നോക്കുമ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ കോരി എടുത്തിരിക്കുന്ന കാണുകയാണ് കേട്ടോ. വേദനയോ എന്താ പറ്റി, എന്താ മൂക്ക് പറ്റി, എന്താ പറ്റിയെന്ന് ചോദിക്കണുള്ളൂ. നന്ദിനി, നീ എന്താടാ ഇവളെ ചെയ്തത്, നീ ഇവളെ കൊന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കുക, ഇവിടെ മൂട് കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏട്ടത്തിയുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അയ്യോ, കമലാമ്മ ചോദിക്കുന്നത്, എന്താ മോനെ എന്താ പറ്റി? അറിയില്ലമ്മേ, ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവളിതേ ഇവിടെ നിലത്ത് വീണ് കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പെട്ടെന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലാമ്മ വെള്ളം എടുക്കാൻ പോവുകയാണ്. അങ്ങനെ വെള്ളം എടുത്ത് തളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വേദയുടെ ബോധം തെളിയുകയാണ്. അപ്പോൾ എന്താ മോളെ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ അമ്മ, ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്കും കുറച്ച് വെള്ളം കുടിച്ചതേ ഉള്ളൂ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ലായിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് തല ചുറ്റണ പോലെ തോന്നി അമ്മേ എന്നിങ്ങനെ പറയണം. എങ്കിൽ അത് തന്നെ ആയിരിക്കും എന്ന് ശ്രീജി ഏട്ടത്തെയും പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ശ്രീജി ആണെങ്കിൽ ഫുഡ് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉടനെ ശ്രീജേട്ടത്തി കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെ പറഞ്ഞാലും വേദയൊന്ന് വീണ് കിടന്നപ്പോൾ ഇവിടെ ഒരാളുടെ ഉള്ളുപിടഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു. നമ്മളെക്കാളും വെപ്രാളമായിരുന്നു. വേദനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാനുള്ള ആളുടെ തിടുക്കമൊക്കെ അമ്മ ശ്രദ്ധിച്ചായിരുന്നു അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണേ. ഉടനെ കമലാമ്മയും പറഞ്ഞിട്ട്, ശ്രദ്ധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലല്ലേ ഓരോരുത്തരുടെ ഉള്ളിലെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ വേദയ്ക്ക് ഒരു മനസ്സിലൊരു സന്തോഷം ചിരിയൊക്കെ വരികയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ കമലാമ്മയോട് പറയുന്നുണ്ട്, അതൊക്കെ തെറ്റിദ്ധാരണയാമേ, ഞാൻ ഇനി ചത്തുപോയോ എന്നോർത്തുള്ള സന്തോഷത്തിൽ എടുത്തുകൊണ്ട് ഓടിയതായിരിക്കും എന്നിങ്ങനെ വേദയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേടി നിനക്ക് നീ ചത്തുപോയി എന്ന് കരുതി ഞാൻ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു സന്തോഷത്തിൽ വെപ്രാളത്തിൽ. അപ്പോഴല്ലേ അതേ ബോധം തെളിഞ്ഞത്. കമലാമ്മ ഉടനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്താ രണ്ടുപേർക്കും കൂടെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയരുത് കേട്ടോ. വേദേ, നീ കറക്റ്റ് സമയത്തിന് ആഹാരം കഴിച്ചു വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിൻ്റെ ശരീരം നീ എന്താ നോക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കമലമ്മ ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ വേദ ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന വിക്രമാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു നിമിഷം ചങ്കൊന്ന് പിടഞ്ഞു പോയി അവളെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ, എൻ്റെ ഈശ്വര എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് കമലാമ്മയും ശ്രീചേട്ടത്തിയും ഒക്കെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് വിക്രം തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടാൻ പോയതും അതുപോലെ തന്നെ ആ ഒരു വെപ്രാളവും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വേദയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലേക്ക് കിടക്കാൻ വരുമ്പോഴത്തേക്കിനും വിക്രമനോട് വേദ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന്, അങ്ങനെ ഞാൻ പോയതാണെന്ന് നിങ്ങൾ ഓർത്തല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനൊന്നും അല്ലാന്ന്. നീ പോയോ എന്ന് കരുതിയുള്ള സന്തോഷത്തിൽ ഞാൻ എടുത്തുകൊണ്ട് ഓടിയതാണ്. അപ്പം നാണ്ട കിടക്കുന്നു, കണ്ണ് തുറന്നിരിക്കുന്നു. അല്ല, നിനക്ക് മര്യാദയ്ക്ക് ഭക്ഷണം എന്തെങ്കിലും എടുത്ത് കഴിക്കത്തില്ലേ? ബാക്കിയുള്ളവർക്ക് പണി വെക്കാൻ വേണ്ടിയിട്ട് 4 നേരം വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നാണല്ലോ, ഇപ്പം ഇതെന്ത് പറ്റി, ഒന്നും പിടിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് പിടിക്കാഴിയൊന്നുമില്ല, പിന്നെ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, കഴിച്ചില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നും അറിയാതെ മൂക്കുമുട്ട ഒരു കാശും കൊടുക്കാതെ അച്ഛൻ്റെ ചിലവിൽ കഴിയുന്നവർക്ക് അങ്ങനെ പലതും തോന്നും. അപ്പം നീ പിന്നെ ആരുടെ ചിലവിലാണ് ഇവിടെ കഴിയുന്നത്? ഞാനൊരു പെണ്ണാണ്, അതുമല്ല മരുമകളാണ്. മരുമകൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുപോലെയാണോ നിങ്ങളൊരു മകനല്ലേ, അച്ഛനെ നോക്കേണ്ട മകൻ. ആ മകൻ തന്നെ ഇങ്ങനെ അച്ഛൻ്റെ ചിലവിൽ കഴിയാന്ന് പറഞ്ഞാൽ എന്ത് നാണം കെട്ട ഏർപ്പാടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസം പിന്നെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ല. എങ്കിലും കുറച്ച് വിവരമൊക്കെ വേണം. ഈ ഗുണ്ടയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഗുണ്ടേ ഡി മര്യാദയ്ക്ക് ഇരുന്നണം, അല്ലെങ്കിൽ ഇതിനെ ചവിട്ടിക്കൂട്ടി ഞാൻ ഇവിടെ തന്നെ സമാധിയാക്കി കളയും. ഓഹോ, ഇങ്ങനെ വന്നേച്ചാൽ മതി. ആ കാല് ഞാൻ തല്ലി ഒടിച്ച് സൂപ്പ് അടിച്ച് ഞാൻ കുടിക്കും. നേരത്തെ ഒരു സൂപ്പ് കുടിച്ച് ഓർമ്മയുണ്ടോ? അതുപോലെ ഞാൻ സൂപ്പാക്കും.